എല്ലാവർക്കും സോളോ ട്രാവൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളായി വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് കൊല്ലം ഏത് ക്ഷേത്രമാണ്? നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് പോകുന്നത്. ആനയടി മഹോത്സവം ഏകദേശം ഒരു 100 ആനയോളം അല്ലേ 100 ആനയോളം നിൽക്കുന്ന ഒരു ഗംഭീര പൂരം നമ്മൾ കാണാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 90-95 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ നിതിൻ NS. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പൂരം എന്നാണ് പറയുന്നത് നമ്മളെ ഈ കൊല്ലത്ത് നടക്കുന്ന ഉത്സവം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ആ കാണുന്നത് അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടി കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 7:30 പരിപാടി തീരും. സമയം 3:15 ആയിട്ടുണ്ട്. ഗൈസ്, നമ്മളിങ്ങനെ ഏകദേശം 9.1 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉറങ്ങി എണീറ്റിട്ടുണ്ട്. സമയം നേരത്തെ പറഞ്ഞ പോലെ 7:30 പരിപാടി അവസാനം. 7 ആയിട്ടുണ്ട്. പോയി തിരിച്ച് വളച്ചെടുത്തോണ്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ വരും. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വയൽ പ്രദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ക്രൗഡാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കൂട്ടത്തിലൊന്നിനെ മിസ്സായി പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. മെയിനായിട്ട് ഇത്രയും ക്രൗഡായതുകൊണ്ട് റേഞ്ച് ഇല്ല ഫോണിന്. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരം നിന്ന് നമുക്ക് നോക്കിയാൽ ഈ ക്ഷേത്രം കാണാൻ പറ്റും. മൊത്തം ജനമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു വയലിൻ്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. നമ്മൾ കയറി വന്നത് ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. മെയിൻ റോഡ് വഴിയല്ല ഇറങ്ങിയത്. എൻട്രി വേറെ വഴിയാണ്. ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എത്തിയതും തൃക്കടവൂർ ശിവരാജന്റെ എൻട്രിയാണ്. നരഹരിയുടെ ദേവർ, സാക്ഷാൽ തെക്കിന്റെ ദേവർ, മാതന്റെ ഗജരാജ പ്രജാപതി തൃക്കടവൂർ ശിവരാജ്. താരങ്ങൾ അണിനിരക്കുന്ന ആനയടി പൂരത്തിലേക്ക് ആരവത്തിന്റെ ഗജഭേരി നിറയ്ക്കുവാൻ ചുവട് വച്ചിതാ വരുന്നു മലയാള മണ്ണിന്റെ മനസ്സും മഹസ്സും തൊട്ടറിഞ്ഞ തനിനാടൻ കൊമ്പനാന ആന, കേരളത്തിന്റെ മന്ത്രികുമാരൻ, വിശ്വവിരാജിത വീരഹസ്തി, യുവരാജ പ്രജാപതി കീഴൂട്ട് വിശ്വനാഥൻ. മലയാള സൗന്ദര്യം പാടെ നിറയുന്ന കോന്നി ആനക്കൂടിന്റെ മടിത്തട്ടിൽ നിന്നും ബാലപാഠങ്ങൾ പഠിച്ചുറച്ച കീഴൂട്ട് കൂട്ടി തന്റെ സാരഥി ആദിനാട് അച്ചുവിയ കേരളത്തിന്റെ ആരോമൽ തിരുമകൻ, വിശ്വവിരാജിത വീരഹസ്തി, മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥ, നിനക്കും സ്വാഗതം. ശബരി അമ്പലത്തുമ്പില ആനയടിയുടെ വഴിപാടായി ഇതാ വരുന്നു കുളങ്ങാട്ടുകര രഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചു വരുന്നു. ഉത്തമ മലയാളത്തിന്റെ ഹൃദയം കടവൂരാൻ ദക്ഷിണ മലയാളത്തിന്റെ പടിവാദികൾ കടന്നു വന്ന വീരനായകൻ മീനാടൻ. തീരാതാവേശത്തിന്റെ പടവാളുമായി ദക്ഷിണ മലയാളത്തിന്റെ തിലകക്കുറിയായി തീർന്നവൻ മീനാടൻ. പേരും പെരുമയും നിറഞ്ഞ പൂരങ്ങളുടെ തീരാതാവേശമായി നിറയുവാൻ തീരമടിക്കാതെ കടന്നു വരുന്നു ആനയടി മറക്കാത്ത മീന.
രാമരാജാവിന്റെ സാദൃശ്യമുള്ള വേറിട്ട വിസ്മയം യുവഛത്രാധിപതി കടേക്കച്ചാലിൽ ഗണേശനും ആനയടിയുടെ പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. പകിട്ടും പ്രൗഢിയും നിറയുന്ന മണ്ണിലെ ആനപ്രിയനായ, ആനസ്നേഹിയായ, ആനപ്രേമിയായ ആനയടി പഴകിടം തമ്പുരാന്റെ മണ്ണിൽ ഇതഞ്ചാം വർഷവും തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയ്ക്ക് ഗജവിവരണവുമായി ആനയടി തമ്പുരാന്റെ മടിത്തട്ടിൽ വന്നു ചേരുവാൻ സാധിച്ചത് ഭഗവാന്റെ പെരുമാളിന്റെ കൃപാകടാക്ഷങ്ങളാണ്. പ്രോത്സാഹനങ്ങളും ഞങ്ങളുടെ ഊർജമാണ്. എന്നുമെന്നും കൂടെയുള്ള കൂട്ടുകാർ, ആനപ്രേമികൾ നൽകുന്ന ഈ സ്നേഹം മറക്കാനാവാത്തതാണ്. 1000 നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന പാകപ്പിഴകൾ തെറ്റുകളായി സാദരം ക്ഷമിച്ചുകൊണ്ട് ഒപ്പം നിന്ന എല്ലാവർക്കും, കൂടെ നിന്ന എല്ലാവർക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് സർവവും ഭഗവാന്റെ സമക്ഷം സമർപ്പിക്കുന്നു.